അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തസ്രീഫാക്കല് നമുക്കിനിയും ബാക്കിയുണ്ട്. ഫിഅലുൽ മാദിയുടെ 14 രൂപങ്ങളാണ് നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്. അപ്പൊ ആ ക്ലാസ് കേൾക്കാത്തവർ തീർച്ചയായും ആ ക്ലാസ് ഒന്ന് പോയി കാണുക, മനസ്സിലാക്കുക. അതിനുശേഷം ഈ വീഡിയോ കാണുക. ഫിഅലുൽ മാദി ആയിരുന്നു നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചത്, മനസ്സിലാക്കിയത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഫിഅലുൽ മുദാരിയുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ 14 രൂപങ്ങളാണ് പറയാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളിവിടെ അദമായിർ അല്ലെങ്കിൽ അദമായിറുൽ മുൻഫസിൽ എഴുതിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെയും ക്ലാസ് തുടങ്ങുന്നത്. കാരണം അപ്പോഴേ നമുക്കത് ഒന്നുകൂടി വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അന്ത അന്തുമാ അന്തും അന്തി അന്തുമാ അന്തുന്ന അന നഹ്നു. ഇതാണ് ദമായിർ പ്രോനൗൺ എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ സർവനാമങ്ങൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. സർവനാമങ്ങൾ എന്നാണ്. ഇതാണ് അതിന്റെ 14 രൂപങ്ങൾ. എപ്പോഴാണ് നമ്മൾ പ്രോനൗൺ അല്ലെങ്കിൽ സർവനാമങ്ങൾ പ്രയോഗിക്കുന്നത്? നാമത്തിന് പകരമായിട്ടാണ്, അല്ലെ? ഇപ്പോ ഫാത്തിമ അല്ലെങ്കിൽ മുഹമ്മദ്, ഇങ്ങനെ ഈ പേരുകളിൽ നമ്മൾ എന്തെങ്കിലും കഥകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രബന്ധങ്ങൾ എന്തെങ്കിലും പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താക്കൂല, മുഹമ്മദ്, ഫാത്തിമ എന്നിങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയൂല. പകരം എന്താക്കും നമ്മള് അവൻ, അവൾ, അവളുടെ, അവന്റെ, നിന്റെ, അങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രോനൗൺ അല്ലെങ്കിൽ സർവനാമങ്ങള് പ്രയോഗിക്കുന്നത്. അറബിയിൽ അങ്ങനെ പ്രയോഗിക്കുന്ന 14 രൂപങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഹുവ ഹുമാഹും അതുപോലെ അനാ നഹ്നു വരെയുള്ള ഈ ആളുകൾ. ഇതിൽ ആദ്യത്തെ 2 കൂട്ടര് തേർഡ് പേഴ്സൺ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. ഗായിബ് എന്നാണ് അതിന് പറയുക. രണ്ടാമത്തെ 2 ലൈനിലുള്ളത് അന്ത മുതൽ അന്തുന്ന വരെയുള്ള ആളുകള് സെക്കൻഡ് പേഴ്സൺ ആണ്. അതായത് നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അതാണ് സെക്കൻഡ് പേഴ്സൺ. അതിന് അറബിയില് മുഹാജബ് എന്നാണ് പറയുന്നത്. അനാ നഹ്നു എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ആരാണോ സംസാരിക്കുന്നത് അവരാണ് ഫസ്റ്റ് പേഴ്സൺ. അനാ നഹ്നു. ഇതാണ് ഈ 14 രൂപങ്ങൾ. അപ്പൊ ഈ പറഞ്ഞ ആളുകളെ നമ്മൾ ഫിഅലുൽ മാദിയിലേക്ക് ചേർത്തുകൊണ്ട്, അതായത് ഒരു വേർബിലേക്ക് നമ്മൾ ചേർക്കാണ്, ഒരു ക്രിയയിലോട്ട് നമ്മൾ ചേർക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. അപ്പോഴാണ് നമുക്ക് അവൻ പോയി, അവൻ വന്നു, അവൾ വന്നു, അവൾ പോയി, അവൾ കളിച്ചു, അവൻ മുറിച്ചു എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. മറ്റേതെന്താവും, വേർബ് മാത്രമായിട്ട് അങ്ങനെ നിൽക്കും. അപ്പൊ ആ വേർബിന്റെ കൂടെ നമുക്ക് എന്ത് വേണം? അവൻ, അവൾ അല്ലെങ്കിൽ അവർ എന്നൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഫിഅലുൽ മാദി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. പാസ്റ്റിന്റെ കൂടെ നമ്മൾ എന്താക്കി, കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചേർത്തു. ഈ പറഞ്ഞ ആളുകളെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഒരു വേർബിലോട്ട് ചേർത്തു. ദഹബ, ദഹബാ, ദഹബൂ എന്നിങ്ങനെ നമ്മൾ പഠിച്ചു. അപ്പൊ അതേപോലെ തന്നെ ഫിഅലുൽ മുദാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പറഞ്ഞ ആളുകളെ നമ്മൾ ഫിഅലുൽ മുദാരിയിലോട്ട് അല്ലെങ്കിൽ ഒരു പ്രസന്റ് ടെൻസിലോട്ട് എങ്ങനെയാണ് ചേർക്കുക? അതായത് ഈ ഹും അത് സെപ്പറേറ്റ് പറയാതെ, ഹുവ എന്ന് സെപ്പറേറ്റ് പറയാതെ ഫിഅലുൽ മുദാരിയിലോട്ട് എങ്ങനെ നമ്മൾ ഈ ഹുവയെ അങ്ങ് ചേർക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ അർത്ഥം നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദഹബ എന്ന വാക്കിന്റെ മുദാരി തന്നെ നമുക്ക് എടുക്കാം. യദ്ഹബു എന്നതാണ് അതിന്റെ ഫിഅലുൽ മുദാരി. നമുക്ക് നോക്കാം. ദഹബ എന്ന ഫിഅലുൽ മാദിയുടെ മുദാരി രൂപങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫിഅലുൽ മാദി എന്ന് പറഞ്ഞാൽ ഫിഅല് ക്രിയ അല്ലെങ്കിൽ വേർബ്. മാദി എന്നാലോ പാസ്റ്റ്, ഭൂതകാലം. അപ്പൊ ഒരു ഭൂതകാലം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും എന്ത് വേണം? ഒരു വർത്തമാനകാലവും ഒരു ഫ്യൂച്ചറും ഒക്കെ നമുക്ക് വേണം. അപ്പോഴേ അത് ക്രിയ ആവുള്ളൂ, ഫിഅലാവുകയുള്ളൂ. ക്രിയ എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്? കാലത്തെ കുറിക്കുന്നതാണ്, ടൈമിനെ കുറിക്കുന്നതാണ്. കഴിഞ്ഞു പോയത്, പോയി എന്ന് മാത്രമല്ല, നമുക്ക് പോകുന്നു എന്ന് പറയണം, പോകും എന്ന് പറയണം. അപ്പോഴാണ് അതെന്താവുന്നത്? ഫിഅലാവുന്നത്. ഇപ്പൊ ദഹബ എന്ന് പറഞ്ഞപ്പോ നമുക്ക് അവൻ പോയി എന്ന അർത്ഥമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, അല്ലെ? ഇനി നമുക്ക് എന്ത് വേണം? അവൻ പോകുന്നു അല്ലെങ്കിൽ അവൻ പോകും എന്ന അർത്ഥം നമുക്ക് ലഭിക്കണം. അങ്ങനെയുള്ള 4 രൂപങ്ങളാണ് ഇത്. 4 രൂപങ്ങളാണ്. 4ഉം വ്യത്യസ്ത സബ്ജക്റ്റ് ആണ്. അവൻ എന്ന് മാത്രമല്ല, അവനുണ്ട്, അവളുണ്ട്, ഞാനുണ്ട്, നീയുണ്ട്, ഞങ്ങളുണ്ട്. പക്ഷെ 4 ഹർഫുകളാണ് നമ്മൾ തുടക്കത്തില് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. യദ്ഹബു,
തദ്ഹബു, അദ്ഹബു, നദ്ഹബു. യാ, ത, ആ, ന. യാ, ത, ഹംസ, നൂൻ. ഇതാണ് ഹുറൂഫുൽ മുദാറ. ഈ 4 ഹർഫുകൾ കൊണ്ടാണ് ഒരു മുദാരിയായ ഫിഅല് തുടങ്ങുക. ഈ 4 ഹർഫുകൾക്കും 4 സബ്ജക്റ്റ് ആണ്, 4 അർത്ഥങ്ങളാണ് നമ്മൾ കൊടുക്കുക. അതായത് ഇപ്പോ യദ്ഹബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോകുന്നു എന്നുള്ളതാണ്. ദഹബ അവൻ പോയി, യദ്ഹബു അവൻ പോകുന്നു. എന്നാൽ തദ്ഹബു എന്ന് പറയുമ്പോൾ എന്തായി? അവൾ പോകുന്നു എന്ന അർത്ഥമായി. അതിന്റെ മറ്റൊരു അർത്ഥമാണ് നീ പോകുന്നു. ഒരു മുദക്കറായിട്ടുള്ള, ഒരു മാസ്കുലിൻ ആയിട്ടുള്ള ഒന്നിനോട് അല്ലെങ്കിൽ ഒരു ജെൻഡറിനോട് നീ പോകുന്നു എന്ന് പറയാൻ നമ്മൾ പ്രയോഗിക്കേണ്ടത് തദ്ഹബു എന്നാണ്. ഇനി അദ്ഹബു ആ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വരുന്നത് ഞാൻ പോകുന്നു എന്നുള്ളതാണ്. അന എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ മുത്തക്കല്ലിമായിട്ടുള്ള ഒന്നാണ് അദ്ഹബു എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അദ്ഹബു ഞാൻ പോകുന്നു, നദ്ഹബു ഞങ്ങൾ പോകുന്നു, ദഹബ്തു ഞാൻ പോയി, അദ്ഹബു ഞാൻ പോകുന്നു, ദഹബ്ന ഞങ്ങൾ പോയി, നദ്ഹബു ഞങ്ങൾ പോകുന്നു. ഇതാണ് ഈ 4 ഹർഫുകൾ. അത്തൈന, അനിയത്തി, ഇങ്ങനെയൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്താണ് പല പ്രയോഗങ്ങളിലും അത് പഠിക്കാറുണ്ട്. യാ, ത, ഹംസ, നൂൻ. ഇതാണ് ഹുറൂഫുൽ മുനാറ. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഈ പറഞ്ഞ ആളുകളുടെ കൂടെ നമ്മൾ ആരെ ചേർത്ത് കൊടുക്കുകയാണ്? 2 ആളുകളെയും 2ൽ കൂടുതൽ ആളുകളെയൊക്കെ എങ്ങനെയാണ് പറയുക, അല്ലെങ്കിൽ കുറെ സ്ത്രീകളെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതെല്ലാം കൂടി ആവുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ 14 രൂപങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഈ പറഞ്ഞ 4 ആളുകളിൽ തന്നെ മെയിൻ ആയിട്ടുള്ള അർത്ഥം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. യാ എന്ന് പറയുമ്പോൾ അവൻ കിട്ടി, ത എന്ന് പറയുമ്പോൾ അവളുമായിട്ടുണ്ട്, നീ എന്നതുമായിട്ടുണ്ട്, ആ എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ളതായിട്ടുണ്ട്, നൂനിനെ നമ്മൾ കൊടുക്കുമ്പോൾ ഞങ്ങൾ എന്നുള്ളതും ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫിഅലുൽ മാദിയുടെ തുടക്കത്തിൽ ഈ പറഞ്ഞ 4 ഹർഫുകൾ ചേർക്കുമ്പോഴാണ് നമുക്ക് ഫിഅലുൽ മുദാരി ലഭിക്കുന്നത്. മറ്റുദാഹരണങ്ങൾ നോക്കാം. ഫതഹ, യഫ്തഹു, തഫ്തഹു, നഫ്തഹു, അഫ്തഹു. കതബ, യക്തുബു, നക്തുബു, തക്തുബു, അക്തുബു. ഖതഅ, യഖ്തഉ, തഖ്തഉ, അഖ്തഉ, നഖ്തഉ. ഇതിനൊക്കെ എന്ത് കിട്ടും നമുക്ക്? അവൻ മുറിക്കുന്നു, അവൾ മുറിക്കുന്നു, നീ മുറിക്കുന്നു, ഞാൻ മുറിക്കുന്നു, ഞങ്ങൾ മുറിക്കുന്നു എന്നിങ്ങനെയുള്ള അർത്ഥം നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ഇതിനെല്ലാം എന്താക്കണം? 2 പേർ എന്നുള്ളതാക്കണം. അതേപോലെ തന്നെ കുറെ ആളുകൾ എന്നുള്ളതൊക്കെ നമുക്ക് ആക്കാനുണ്ട്. ഇനി നമുക്കത് നോക്കാം. ആ 14 രൂപങ്ങൾ ഇനി നമുക്ക് നോക്കാം. ഇതാണ് 14 രൂപങ്ങൾ. നമ്മള് ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അന്ത അന്തുമാ അന്തും, അന്തി അന്തുമാ അന്തുന്ന, അന നഹ്നു. ഈ ആളുകളെ തന്നെയാണ് ഇതിലേക്കും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഫിൽ മാദി ആയപ്പോ ദഹബ, ദഹബ, ദഹബു, ദഹബത്, ദഹബതാ, ദഹബ്ന, ദഹബ്ത, ദഹബ്തുമാ, ദഹബ്തും, ദഹബ്തി, ദഹബ്തുമാ, ദഹബ്തുന്ന, ദഹബ്തു, ദഹബ്ന. ഈ ആളുകളെ നമ്മൾ എന്താക്കാണ്? ഫിഅലുൽ മുദാരിയാക്കാണ്. അതായത് ഞാൻ പോകുന്നു, അവൻ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ 2 പേർ അവർ 2 പേർ പോകുന്നു, നിങ്ങൾ 2 പേർ പോകുന്നു. ഈ പറഞ്ഞ ആളുകളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. യദ്ഹബു നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ദഹബ എന്നുള്ളതിന്റെ അവൻ പോയി എന്നുള്ളതിന് അവൻ പോകുന്നു എന്ന് പറയാൻ നമ്മൾ യദ്ഹബു എന്ന് പ്രയോഗിക്കും. ഹുവ എന്നതാണ് അതിലുള്ളത്. ഇനി നമുക്ക് എന്ത് വേണം? ഹുമാ വേണം. അവർ 2 പേർ പോകുന്നു എന്നുള്ളത് നമുക്ക് വേണം. അതിന് പറയുന്നത് യദ്ഹബാനി. യദ്ഹബാനി, യദ്ഹബു എന്നുള്ളതിന്റെ കൂടെ യദ്ഹബാനി. ദഹബ എന്നുള്ളതിന്റെ കൂടെ നമ്മൾ ഒറ്റ അലിഫാണ് ചേർത്തത്.
ദഹബാ. അപ്പൊ എന്തായി? അവർ രണ്ടുപേർ പോയി എന്ന അർത്ഥം നമുക്ക് കിട്ടി. എന്നാൽ മുദാരിയിലേക്ക് വരുമ്പോ യദ്ഹബു എന്നുള്ളതിന്റെ കൂടെ ഒരു അലിഫും നമ്മൾ ചേർക്കുന്നുണ്ട്, ഒരു നൂനും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതും അലിഫുസ്നൈൻ തന്നെയാണ്. യദ്ഹബാനി, യദ്ഹബാനി, അവർ രണ്ടുപേർ പോകുന്നു. ഇനി പറഞ്ഞ ആളുകളെ രണ്ടിൽ കൂടുതൽ വേണം നമുക്ക്. ഹുവ എന്നുള്ളതിന്റെ പ്ലൂരലാണ് ഹും. ഹുവ, ഹുമാ, ഹും. ഹും എന്ന് പറയുന്ന ആളുകളെ നമുക്ക് വേണം, സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കണം. അവർ കുറെ ആളുകൾ പോകുന്നു. മുദക്കറാണ്. മുദക്കർ എന്ന് പറഞ്ഞാൽ മാസ്കുലിൻ ആണ്, അതായത് ജെൻഡർ വരുന്നത് പുല്ലിംഗമാണ്. യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന എന്ന് പറഞ്ഞാൽ എന്തായി അർത്ഥം? അവർ കുറെ ആണുങ്ങള് പോകുന്നു. യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന, അവൻ പോകുന്നു, അവർ രണ്ടുപേർ പോകുന്നു. മുദക്കറാണ്. അവർ കുറെ ആളുകൾ പോകുന്നു. ഹുവ, ഹുമാ, ഹും. ഈ പറഞ്ഞ ആളുകളാണ് ഈ മൂന്നാളുകളിൽ ഉള്ളത്. ഇനി രണ്ടാമത്തെ ലൈൻ നോക്കിയാട്ടെ. തദ്ഹബു, യദ്ഹബു അവൻ പോകുന്നു എന്നാണെങ്കിൽ തദ്ഹബു അവൾ പോകുന്നു. മാദിയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ദഹബത്, തഅ്നീസ്, ദഹബത്. അവസാനത്തിൽ സുക്കൂൻ വരുന്ന ഒരു താണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ദഹബത് എന്നുള്ളതിന്റെ ഒരു ഫേലുൽ മുദാരി രൂപമാണ് തദ്ഹബു, അവൾ പോകുന്നു. ദഹബതാ, അവർ രണ്ടുപേർ പോയി. ഇനി നമുക്ക് അതിനെ ഫീലു മുദാരിയാക്കണം. തദ്ഹബാനി. തദ്ഹബു എന്നുള്ളതിന്റെ കൂടെ നമ്മൾ എന്താക്കി? ഒരു അലിഫും നൂനും ചേർത്ത് കൊടുത്തു. അലിഫുസ്നൈൻ എന്ന് തന്നെയാണ് അതിനും പറയുന്നത്. തദ്ഹബാനി, അവർ രണ്ട് സ്ത്രീകൾ പോകുന്നു. മുഅന്നസാണ്, അതായത് സ്ത്രീലിംഗമാണ്. ഇനി അതിനെ തന്നെ നമ്മൾ രണ്ടിൽ കൂടുതൽ എന്ന് പറയാൻ നമ്മൾ പ്രയോഗിക്കുന്നത് യദ്ഹബ്ന. അതായത് ആദ്യത്തെ യദ്ഹബു എന്നുള്ളതിന്റെ കൂടെ അവസാനത്തിൽ നമ്മൾ ഒരു നൂന് ചേർത്ത് കൊടുക്കുകയാണ്. നൂനു നിസ്വ എന്നാണ് അതിനെ പറയുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അത് പറഞ്ഞിരുന്നു. സ്ത്രീകളുടെ നൂൻ. യദ്ഹബു എന്നുള്ളതിന്റെ കൂടെ ഒരു നൂനു നിസ്വ ചേർക്കുമ്പോ യദ്ഹബ്ന, യദ്ഹബ്ന. ആ നൂനിലോട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അവസാനത്തിലുള്ള നൂനിലോട്ട് ശ്രദ്ധിച്ചാൽ മതി. യദ്ഹബ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അർത്ഥം വരുന്നത് അവർ കുറെ സ്ത്രീകൾ പോകുന്നു. ഹിയ, ഹുമാ, ഹുന്ന. ഹുവ, ഹുമാ, ഹും. ഹിയ, ഹുമാ, ഹുന്ന. തദ്ഹബു, തദ്ഹബാനി, യദ്ഹബ്ന. എല്ലാം ആരാണ്? തേർഡ് പേഴ്സൺ ആണ്, ഗായിബാണ്. ദഹബ, ദഹബാ, ദഹബൂ. ദഹബത്, ദഹബതാ, ദഹബ്ന. നൂനു നിസ്വ. മുദാരിയാണ്. യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന. തദ്ഹബു, തദ്ഹബാനി, യദ്ഹബ്ന. ദഹബ്ന, യദ്ഹബ്ന. ദഹബ്ന അവർ കുറെ സ്ത്രീകൾ പോയി. യദ്ഹബ്ന അവർ കുറെ സ്ത്രീകൾ പോകുന്നു. പ്രസന്റ് ടെൻസ് ആണ്. ഇനി രണ്ടാമത്തെ ലൈൻ നോക്കാം നമുക്ക്. ഇവിടെ പറയുന്നത് മുഖാത്തബാണ്, അതായത് സെക്കൻഡ് പേഴ്സൺ ആണ്. അന്ത, അന്തുമാ, അന്തും, അന്തി, അന്തുമാ, അന്തുന്ന. നീ, നിങ്ങൾ രണ്ടുപേർ, നിങ്ങൾ കുറെ ആളുകൾ. ഈ പറഞ്ഞ ആളുകളെ ആണും പെണ്ണുമാക്കിയിട്ടാണ് ഈ രണ്ട് ലൈനിൽ പറയുന്നത്. നമ്മൾ ദഹബയിൽ പഠിച്ചത് എന്തായിരുന്നു? ദഹബ്ത എന്നായിരുന്നു. ദഹബ്ത, നീ പോയി. എന്നാൽ അതിന്റെ മുദാരിയിലേക്ക് വരുമ്പോ തദ്ഹബു എന്ന പദം തന്നെയാണ് ഒരു മുദക്കറായിട്ടുള്ള നീ പോകുന്നു എന്നർത്ഥം പറയാൻ. ജെൻഡർ മുദക്കറാണ്. നീ പോകുന്നു എന്നർത്ഥം പറയാൻ നമ്മൾ പ്രയോഗിക്കുന്നത് തദ്ഹബു എന്ന് തന്നെയാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് തദ്ഹബു എന്നുള്ളതിന് അവൾ എന്ന അർത്ഥമാണ്. ഗായിബാണ്, തേർഡ് പേഴ്സൺ ആണ്. അതേപോലെ തന്നെ തദ്ഹബു എന്ന വാക്കിന്റെ മറ്റൊരർത്ഥമാണ് നീ. മുഖാത്തബാണ്, സെക്കൻഡ് പേഴ്സൺ ആണ്, പക്ഷെ ആരാണ്? മുദക്കറാണ്, അതായത് മാസ്കുലിൻ ആണ്. അപ്പൊ രണ്ട് തദ്ഹബു ഉണ്ട്, മനസ്സിലാക്കണം. ആദ്യത്തെ തദ്ഹബു അവൾ പോകുന്നു എന്നതാണ്.
തദ്ഹബു രണ്ടാമത്തേത് വന്നിരിക്കുന്നത് അന്ത എന്ന അർത്ഥമാണ്. അതായത് നീ പോകുന്നു. ആരോടാണ്? മുദക്കറിനോടാണ്, മാസ്കുലിൻ പുല്ലിംഗത്തോടാണ്. തദ്ഹബു തദ്ഹബാനി അന്തുമാ. അന്ത അന്തുമാ നിങ്ങൾ രണ്ടുപേർ പോകുന്നു. തദ്ഹബൂന അന്തും. ഹും എന്നുള്ളതിന് നമ്മൾ പറഞ്ഞത് യദ്ഹബൂന. അന്തും എന്നുള്ളതിന് നമ്മൾ പറഞ്ഞത് തദ്ഹബൂന. നിങ്ങൾ പോകുന്നു. തദ്ഹബൂന നിങ്ങൾ പോകുന്നു. ഇതൊക്കെ ആരാണ്? മുദക്കറാണ്, മാസ്കുലിൻ ആണ്, പുല്ലിംഗമാണ്. അന്ത അന്തുമാ അന്തും. തദ്ഹബു തദ്ഹബാനി തദ്ഹബൂന. ഇനി രണ്ടാമത്തെ ലൈൻ ആരാണ്? അന്തി. അന്തി നീ എന്നുള്ളതാണ് അന്തി എന്നതിന്റെ അർത്ഥം. നീ പോയി എന്നുള്ളതിന് നമ്മൾ പറഞ്ഞത് ദഹബത്തി. ആ തീ എന്നുള്ളതിനെ നമ്മൾ എന്താക്കി? ദഹബയുടെ കൂടെ ചേർത്ത് കൊടുക്കുക ചെയ്തത്. എന്നാൽ ഇവിടെ നമുക്ക് ആരൊക്കെ ചേർക്കണം? തദ്ഹബു എന്നുള്ളതിന്റെ കൂടെ ഒരു യാ, ഒരു നൂൻ, ഈ പറഞ്ഞ രണ്ടക്ഷരങ്ങൾ ചേർക്കുമ്പോഴാണ് നമുക്ക് മുഅന്നസായിട്ടുള്ള ഒരാളോട് നീ പോകുന്നു എന്ന അർത്ഥം കിട്ടുള്ളൂ. ഇത്തിരി പവറൊക്കെ ഉണ്ട്, ഇത്തിരി പവറൊക്കെ ഉണ്ട്. അങ്ങനെ എളുപ്പത്തിലൊന്നും ഒരു പെണ്ണിനോട് നീ പോകുന്നു എന്നൊന്നും പറയാൻ പറ്റൂല. തദ്ഹബു എന്നുള്ളതിന്റെ കൂടെ അവസാനത്തില് ഒരു യാ ഉണ്ട്, ഒരു നൂനും ഉണ്ട്. തദ്ഹബീന. തദ്ഹബീന. തദ്ഹബു നീ പോകുന്നു, മുദക്കറാണ്. തദ്ഹബീന നീ പോകുന്നു, മുഅന്നസാണ്. അപ്പൊ മുഅന്നസിന് എന്തുണ്ട്? പവർ ഉണ്ട്. യാഉം നൂനും നമ്മള് അവസാനത്തില് ചേർത്ത് കൊടുത്തേ പറ്റും. തദ്ഹബാനി നിങ്ങൾ രണ്ടു സ്ത്രീകൾ. സെയിം ആണ്. പദം എന്താണ്? സെയിം ആണ്. മൂന്നിടങ്ങളിലും വന്നിരിക്കുന്നത് ഒരേ പദമാണ്. തദ്ഹബാനി ആദ്യത്തേതിന്റെ അർത്ഥം അവർ രണ്ട് സ്ത്രീകൾ എന്നാണ്. തദ്ഹബാനി രണ്ടാമത് വന്നിരിക്കുന്നത് നിങ്ങൾ രണ്ട് പുരുഷന്മാർ എന്നാണ്. തദ്ഹബാനി മൂന്നാമത് വന്നിരിക്കുന്നത് നിങ്ങൾ രണ്ട് സ്ത്രീകൾ എന്നാണ്. പദം ഒരേ പദമാണ്. നമുക്കതെന്താണ്? ഓരോ ഇടങ്ങളിലും വരുമ്പോൾ നമുക്കത് സെപ്പറേറ്റ് ആയി മനസ്സിലാകും എന്നുള്ളതാണ്. ഖുറാനിലൊക്കെ ഈ പദങ്ങൾ വരുമ്പോൾ അവിടെ നിങ്ങൾ എന്നതാണോ അവർ എന്നതാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. തദ്ഹബ്ന. തദ്ഹബ്ന നിങ്ങൾ കുറെ സ്ത്രീകൾ. യദ്ഹബ്ന അവർ കുറെ സ്ത്രീകൾ. യദ്ഹബ്ന എന്നുള്ളതിന്റെ യാ മാറ്റിയിട്ട് നമ്മൾ തദ്ഹബ്ന എന്ന് പറയുന്നതോടുകൂടി അവർ നിങ്ങൾ കുറെ സ്ത്രീകൾ. അന്തുന്ന. അന്തുന്ന. അന്തി തദ്ഹബീന. അന്തുമാ തദ്ഹബാനി. അന്തുന്ന തദ്ഹബ്ന. യാ പോയിട്ട് നമ്മൾ എന്താക്കി? തദ്ഹബ്ന. നൂന് മാത്രമാണ് അവിടെ ചേർത്ത് കൊടുത്തത്. തദ്ഹബീന എന്നൊരു യാവും കൂടെ ഇട്ട് കൊടുക്കുമ്പോ അതെന്താവും? മുഫ്രദാവും, സിംഗുലർ ആവും. നീ. അന്തി മുഅന്നസായിട്ടുള്ള നീ. എന്നാൽ ആ തദ്ഹബീന എന്നുള്ളതിന്റെ ജമ്മാണ് ഏത്? തദ്ഹബ്ന. നിങ്ങൾ കുറെ സ്ത്രീകൾ പോകുന്നു. തദ്ഹബു തദ്ഹബാനി തദ്ഹബൂന. അന്ത അന്തുമാ അന്തും. തദ്ഹബീന തദ്ഹബാനി തദ്ഹബ്ന. അന്തി അന്തുമാ അന്തുന്ന. അദ്ഹബു നദ്ഹബു. ആ എന്ന് പറയുമ്പോ ഞാൻ, അന. നദ്ഹബു നൂൻ, നഹ്നു ഞങ്ങൾ. അദ്ഹബു ഞാൻ പോകുന്നു, നദ്ഹബു ഞങ്ങൾ പോകുന്നു. ദഹബയിൽ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ദഹബ്തു ദഹബ്ന. ഒന്നുകൂടെ നോക്കാം. യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന. ഹുവ ഹുമാ ഹും. ദഹബ 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 ദഹബൂ. തദ്ഹബു തദ്ഹബാനി യദ്ഹബ്ന. ഹിയ ഹുമാ ഹുന്ന. ذهبت ذهبتا ذهبنا. تذهب تذهبان تذهبون. أنت أنتما أنتم. فعل ماضي ആണെങ്കിലോ ذهبت ذهبت ذهبتما ذهبتم. أنتم.
തദ്ഹബീന തദ്ഹബാനി തദ്ഹബ്ന അന്തി അന്തുമാ അന്തുന്ന ഫിലു മാദിയാണെങ്കിലോ ദഹബ്തി ദഹബ്തുമാ ദഹബ്തുന്ന അന്തുന്ന. അന്തുന്ന എന്നുള്ളതിന്റെ ഫിലു മാദിയാണ് ദഹബ്തുന്ന എന്നുള്ളത്. അതിന്റെ ഫിഅലുൽ മുദാരിയാണ് തദ്ഹബ്ന എന്നുള്ളത്. ഇനി വരുന്നത് അദ്ഹബു നദ്ഹബു, അതായത് അന നഹ്നു. അതിന്റെ ഫിഅലു മാദി നമ്മൾ പറഞ്ഞത് ദഹബ്തു ദഹബ്ന. യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന തദ്ഹബു തദ്ഹബാനി യദ്ഹബ്ന തദ്ഹബു തദ്ഹബാനി തദ്ഹബൂന തദ്ഹബീന തദ്ഹബാനി തദ്ഹബ്ന അദ്ഹബു നദ്ഹബു. ഇൻഷാ അല്ലാഹ് ഫേലുൽ അംറിന് നമുക്ക് പറയാനുണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ, 14 രൂപങ്ങളില്ല. ഇനി നമുക്ക് പറയാനുള്ളത് ഫേലുൽ അംറാണ്. ഫേലുൽ അംറിന് നമുക്ക് ഇത്രയും 14 രൂപങ്ങൾ ഉണ്ടാവില്ല. വളരെ കുറഞ്ഞ ഭാഗ്യം അത് നമുക്ക് പഠിക്കാനുള്ളൂ. ഇൻഷാ അല്ലാഹ് അത് അടുത്ത വീഡിയോയിലായിട്ട് പറയാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിച്ചാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.